ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 172. ഇതിൽ മണ്ഡലം 1 8-ാമത്തെ അധ്യായത്തിലെ 114-ാമത്തെ മന്ത്രമാണ്. ഇതിലെ ദേവത രുദ്രനാണ്. രുദ്രനെ ആറ്റങ്ങളായിട്ട് കാണുക. ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിലുള്ള അവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. അപ്പം ആറ്റത്തെ തന്നെ രുദ്രനായിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് പോകാം. എന്താണ് പറയുന്നത് നോക്കാം. ആദ്യം 1-ാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 114-1. ഋഷി ഉത്സൻ ദേവതാ രുദ്രൻ ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ് ഇമാ രുദ്രായ തപസേകവർദ്ധിനേ ക്ഷയദ്വീരായ പ്രഭരാമഹേമതീം യഥാ ശമസദ്വിപദേ ച ദുഷ്പദേ വിശ്വംപുഷ്ടഗ്രാമേ അസ്മിൻ അനാതുരം. മഹാനും വീരന്മാരുടെ സ്വാമിയും ജഡിലനുമായ രുദ്രനെ ആശ്രയിക്കുന്ന ഇരുകാലികളും നാൽക്കാലികളും സുഖികൾ ആകണമേ. ഈ ഗ്രാമവാസികളായ എല്ലാ ജീവികളും രോഗരഹിതരായി പുഷ്ടി പ്രാപിക്കണമേ. ആറ്റം വീര്യവാനാണ്, വളരെ ആക്റ്റീവാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല, വളരെ ആക്റ്റീവാണ്. പെട്ടെന്ന് അത് മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേർന്ന് കളയും. അപ്പം വീര്യവാനുമാണ്. വീര്യവാന്മാരുടെ സ്വാമി എന്ന് പറഞ്ഞാൽ ആറ്റമാണ് ഏറ്റവും വീര്യമുള്ളത്. ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് ആറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം ഏറ്റവും വീരന്മാരുടെ സ്വാമിയാണ്. ആ രുദ്രനെ ആശ്രയിക്കുന്ന ഇരുകാലികളും നാൽക്കാലികളും സുഖികളായിരിക്കണേ എന്ന് പറയുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങളിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഇരുകാലികളും നാൽക്കാലികളെല്ലാം സുഖിയായിരിക്കണേ എന്ന് പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കഴിയുവാനുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടാകണം. നമ്മൾ സുഖമായിട്ട് കഴിയുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതേസമയം ഈ ഗ്രാമവാസികളായിരിക്കുന്ന ജീവികളും രോഗരഹിതരായി പുഷ്ടിയോടുകൂടി കഴിയണേ എന്ന് പറയുകയാണ്. ഈ ഗ്രാമവാസികൾ രോഗം ഇല്ലാതിരിക്കണമെങ്കിൽ ശരീരം നല്ല പുഷ്ടിപ്പെടണം. നല്ല ഭക്ഷണം കഴിച്ചാൽ കിട്ടും. ഭക്ഷണം എന്ന് പറയുന്നത് രുദ്രനാണ്, ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ രോഗങ്ങൾക്കെതിരായിട്ടുള്ളത് മരുന്നുകളാണ്. രോഗമില്ലാതിരിക്കണമെങ്കിൽ മരുന്ന് കഴിക്കണം, ഉള്ള രോഗം മാറണ്ടിക്കില്ല. അപ്പോൾ ആ മരുന്ന് എന്ന് പറയുന്നത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ച രാസവസ്തുക്കളാണ്. അപ്പോൾ പലതരത്തിലുള്ള ഉപയോഗം ഇവിടെ ആറ്റത്തെപ്പറ്റി ആറ്റം വെച്ചുകൊണ്ട് പറയുകയാണ്. ഇനി നമുക്ക് 2 എന്താ പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 114-2. മൃളാനോ രുദ്രോദ നോ മയസ്കൃതി ക്ഷയദ്വീരായ നമസാവിധേമൈതേ യച്ഛം ച യോശ്ച മനുരായജേ പിതാ തദശ്യാമ തവ രുദ്രാ പ്രണീതിഷു. രുദ്രനോട് പ്രാർത്ഥിക്കുന്നു, ദയ വിചാരിക്കൂ, സുഖം നൽകൂ. വീരന്മാരുടെ സ്വാമിയായ നിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇവിടെ രുദ്രനെ അതേപോലെ സ്തുതിക്കുകയാണ്. നമ്മളോട് ദയ കാണിക്കാൻ പറയുകയാണ്. ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാം തരണേ. ആറ്റം വിചാരിച്ചാൽ എല്ലാ വസ്തുക്കളും, എന്ത് വസ്തുക്കളുണ്ടെങ്കിലും ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പം നമുക്കവിടെ ദയ കാണിക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമുക്ക് ആവശ്യമുള്ള എല്ലാം തരണേ. സുഖം നൽകണേ. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം ആറ്റത്തിൽ നിർമ്മയം. വ്യത്യസ്ത പലതരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് സുഖഭോഗ വസ്തുക്കളായിട്ട് ഉണ്ട്. വീരന്മാരുടെ സ്വാമിയായ അങ്ങ് അത് വളരെ വീര്യവാനാണ്. അതിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആറ്റം തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ അത്രയും വലിയ, ഏറ്റവും വലിയ ദേവതയായിട്ട് ആറ്റത്തെ കാണും, രുദ്രനെ കാണും. അതിനെ നമസ്കരിക്കുക തന്നെ വേണം. നമസ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 3 അശ്യാമതേ സുമതിം ദേവയജ്ഞയാ ക്ഷയദ്വീരസ്യ തവ രുദ്ര മീഡ്വഹ സുമ്നായൻ ഹിത്വിശോ അസ്മാകം ആചരാരിഷ്ടവീര ജുഹവാമതേഹവിഹി. രുദ്രനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിന്റെ ഉപാസകന്മാർ ദേവാർച്ചനകൾ വഴി വീരന്മാരുടെ സ്വാമിയായ നിന്റെ ദയാദൃഷ്ടിക്ക് പാത്രമാകണമേ. നീ ഞങ്ങളുടെ സന്തതികൾക്ക് സുഖം നൽകണമേ. ആർക്കും ഹിംസിക്കാനാവാത്ത വീരന്മാരോടുകൂടിയ ഞങ്ങൾ നിനക്ക് ഹവിസ് കാഴ്ചയായി സമർപ്പിക്കട്ടെ. രുദ്രനോട് പറയുകയാണ്, വീരവാനായ നിന്നെ ദേവാർച്ചനയ, ദേവന്മാർക്ക് അർച്ചിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം ഇതിനെ കൊണ്ടുണ്ടാക്കിയതാണ്, ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയാണ്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് അർച്ചിക്കുന്ന ഒരു വസ്തു എന്താണ്? അരിയും വെള്ളമെല്ലാം എന്ത് കിട്ടാൻ. അപ്പോൾ അഗ്നി നമുക്ക് ചോറ് തരും. ഈ അർച്ചിക്കുന്ന വസ്തുക്കളെല്ലാം എന്ത് തന്നെയാണ്? ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് നിന്റെ ദയാദൃഷ്ടി നമുക്ക് ലഭിക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും യജ്ഞങ്ങളെല്ലാം നമ്മളെ സുഖത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം, അർച്ചിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ നിന്നാൽ നിർമ്മിതമായതാണ്. അതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടണേ, ദയ കിട്ടണേ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു കർമ്മം, ഒരു വസ്തു ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടണേ. ഞങ്ങളുടെ സന്തതികൾക്ക് സുഖം കിട്ടണേ. നമ്മളെ കുടുംബത്തിന് എല്ലാവർക്കും, ആർക്കും ആറ്റങ്ങളെ കൊണ്ട് ഉപയോഗമില്ലാതെയില്ല. ആർക്കും ഹിംസിക്കാൻ പറ്റാതെ ഇരിക്കണേ. നമ്മളെ ആർക്കും ഹിംസിക്കാൻ പറ്റാതെ അവസ്ഥയിലെത്തിക്കണം. അതിനെന്താണ് വേണ്ടത്? ഇപ്പോൾ രോഗാണുക്കൾ നമ്മളെ ഹിംസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കിട്ടണം. അതെല്ലാം കെമിക്കൽ വസ്തുക്കളാണ്, ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ ഹവിസ് അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഹവിസ് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അർപ്പിക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. നമ്മളെ ശരീരം പുഷ്ടിപ്പെടാൻ ഭക്ഷണം വേണം. നല്ല ഭക്ഷണം, നല്ല ചോറും കറികളും, അത് കിട്ടേണ്ടിക്ക് എന്ത് വേണം? ഇൻപുട്ട്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അഗ്നിക്ക് അർപ്പിക്കണം. അരി, വെള്ളം, പച്ചക്കറികൾ ഇതെല്ലാം അഗ്നിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായി അഗ്നി അതിനെ മാറ്റിത്തരും, നമ്മളത് കഴിക്കും. ഇതെല്ലാം ഏതിൽ നിന്നുണ്ടായ വസ്തുക്കളാണ്? ആറ്റങ്ങളെ കൊണ്ടുണ്ടായ വസ്തുക്കളാണ്. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 4 ത്വേഷം വയം രുദ്രം യജ്ഞസാധം വങ്കും കവിം അവസേനി വയാമഹേ ആരേ അസ്മാത് ദൈവ്യം ഹേളോ അസ്യതു സുമതിമിത് വയമസ്യ വൃണീമഹേ. ദീപ്തിമാനും യജ്ഞം സ്വീകരിക്കുന്നവനും കുടിലഗതിയോടുകൂടിയവനും ജ്ഞാനിയുമായ രുദ്രനെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അവൻ ദേവതകളുടെ കോപത്തിന് നിവാരണം ഉണ്ടാക്കട്ടെ. നമ്മൾ അവൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നു. ഈ രുദ്രൻ ദീപ്തിമാനാണ്. ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നത്. ഇതിൽ നിന്നാണ് പ്രകാശം ഉത്ഭവിക്കുന്നത്? ആറ്റങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇപ്പം വെളിച്ചം കിട്ടുന്നത് കത്തിക്കുമ്പോൾ, കത്തുന്നിടത്ത് എന്താ നടക്കുന്നത്? ആറ്റങ്ങൾ തമ്മിലുള്ള ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഊർജം പുറത്തേക്ക്
വരുന്നത്. യജ്ഞം സ്വീകരിക്കും. നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ആറ്റങ്ങൾ സ്വീകരിച്ചിട്ടാണ് പുതിയ വസ്തുവായിട്ട് മാറുന്നത്. യജ്ഞം സ്വീകരിക്കും. നമ്മൾ എന്ത് യജ്ഞം ചെയ്താലും, നമ്മൾ യജ്ഞം ചെയ്ത് ചോറ് വരക്കുന്ന ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിൽ നമ്മൾ കൊടുക്കുന്നത് അരിയാണ്. അരിക്ക് വെള്ളവും അഗ്നിയും കൊടുക്കുകയാണ്. അപ്പോൾ അരി എന്ത് ചെയ്യും? അരി ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ആ ആറ്റങ്ങൾ, അതിലുള്ള ആറ്റങ്ങൾ വെള്ളത്തെയും അഗ്നിയെയും സ്വീകരിച്ചിട്ട് അത് പുതിയൊരു ഘടനയിലേക്ക് മാറും. അങ്ങനെയാണ് ചോറായിട്ട് മാറുന്നത്. ജ്ഞാനിയുമായ രുദ്രനാണ്. അപ്പോൾ എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിൽ ആറ്റമാണെങ്കിൽ ആറ്റത്തിന് എല്ലാ ജ്ഞാനവും തികഞ്ഞവൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ രുദ്രനെ ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ രക്ഷ അങ്ങ് നിർവഹിക്കണം. ഇപ്പം നമുക്ക് രോഗാണുക്കളുണ്ടെങ്കിൽ രക്ഷ എങ്ങനെയാണ്? മരുന്ന് കഴിച്ചാൽ മരുന്നിലുള്ള ആറ്റങ്ങൾ ആ രോഗാണുക്കളെയെല്ലാം ഇല്ലാതെയാക്കും. അപ്പം എല്ലാ രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് മരുന്നുകളെല്ലാം. അപ്പം നമ്മളെ രക്ഷ അതുകൊണ്ടാണ്. ഇപ്പം ബോംബിടുക എന്നെല്ലാം പറയുന്നത് ആറ്റം തന്നെയാണ്. ശത്രുക്കളുടെ നാട്ടിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ബോംബ്, മിസൈലെല്ലാം വിടുന്നത്. അതിലെല്ലാം എന്താണുള്ളത്? രാസപ്രക്രിയകളാണ്. അതിൽ പങ്കെടുക്കുന്നത് ആറ്റങ്ങൾ, രുദ്രന്മാർ തന്നെയാണ്. ദേവന്മാരുടെ കോപത്തിൽ നിവാരണം ഉണ്ടാകട്ടെ. ദേവതകൾ നമ്മളോട് കോപിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണം ചിലപ്പോൾ നമുക്ക് അലർജിയായിട്ട് മാറും, ഛർദിയെല്ലാം വരും. അപ്പം നമ്മൾ വേറൊരു മരുന്ന് അതിന് കഴിക്കും, ഛർദി ഇല്ലാതാക്കേണ്ട. അതും രുദ്രൻ തന്നെയാണ്. അപ്പം ദേവതകളിൽ നിന്നുണ്ടാകുന്ന, ഇപ്പം ഗ്രഹങ്ങളുടെ മോശം പ്രവൃത്തി കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. തലവേദന ഉണ്ടാകുമ്പോൾ, സൂര്യൻ്റെ മോശം സ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ അധികം ചൂട് കൊണ്ട് തലവേദനയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് എന്താണ്? രുദ്രന്മാരെ കൊണ്ട് ഉണ്ടായതാണ്, ആറ്റങ്ങളെ കൊണ്ട്. അത് തലവേദന ഇല്ലാതാക്കാം. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നു. ആരുടെ? രുദ്രന്മാരുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നു. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 5 ദിവോവരാഹമരുഷം കവർദിനം ത്വേഷരൂപം നമസാനിഹ്വയാമഹേ ഹസ്തേ ബിഭ്രദ്വേഷജ വാര്യാണി ശർമ്മ വർമ്മ ഛർദേ അസ്മഭ്യം യംസത്. രുദ്രൻ ഘോരരൂപനും ജടാധാരിയും ആയി കാണപ്പെടുന്നു. മഹാതേജസ്വിയായ രുദ്രനെ നമസ്കാരപൂർവം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അവൻ വരണീയങ്ങളായ ഔഷധങ്ങൾ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമ്മെ സുഖമുള്ളവർ ആക്കട്ടെ. അതുപോലെ തൻ്റെ രക്ഷാസാധനങ്ങളാൽ നിർഭയർ ആക്കുകയും ചെയ്യട്ടെ. 5 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകാശത്തിലെ ഘോരരൂപി. ആകാശത്തിലുള്ള ഘോരരൂപം എന്താണ്? ഇപ്പം മേഘങ്ങൾ, മിന്നലുകൾ, അതെല്ലാം ആറ്റങ്ങളുടെ കൂടിച്ചേരുമ്പോഴുള്ള പ്രക്രിയയാണ് ആ ഘോരരൂപങ്ങളെല്ലാം. അരുണവർണ്ണം, വർണ്ണത്തിന് കാരണം എന്താണ്? ആറ്റങ്ങളുടെ അറേഞ്ച്മെൻ്റ് അനുസരിച്ചാണ് വസ്തുക്കൾക്ക് ഓരോ നിറങ്ങൾ കിട്ടുന്നത്. ജടാധാരി, ജടാധാരി എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഊർജ പുറത്തേക്ക് എപ്പോഴും ഊർജമാണ് ജഡയായിട്ട് ചിത്രീകരിക്കുന്നത്. ആറ്റത്തിൽ നിന്ന് എപ്പോഴും എന്തുണ്ട്? ഊർജം പ്രവഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആറ്റോമിക് സ്പെക്ട്രം എന്നാൽ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ആറ്റോമിക് സ്പെക്ട്രമായിട്ട് കാണാം. മഹാതേജസ്വിയുമായ ആ രുദ്രനെ, അങ്ങനെയുള്ള രുദ്രനെ ഞാൻ നമസ്കാരപൂർവം ആഹ്വാനം ചെയ്യുന്നു. അതിനെ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. ഏത് യജ്ഞം ചെയ്യുമ്പോഴും ആറ്റം ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. എങ്ങനെ? നമസ്കരിച്ചുകൊണ്ട്. കാരണം അത്രയും മഹാനാണത്. അവൻ്റെ വരണീയമായ ഔഷധങ്ങൾ കരങ്ങളിൽ വഹിച്ചുകൊണ്ട്, അവൻ്റെ വരണീയമായ ഔഷധങ്ങൾ, ഈ ഔഷധങ്ങളെല്ലാം എന്ത് തന്നെയാണ്? അവൻ്റെ ഇത് തന്നെയാണ്. അവൻ്റെ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ട്, രാസവസ്തുക്കളാണ് ഔഷധങ്ങളെല്ലാം.
നമ്മെ സുഖം വരുത്തട്ടെ, നമ്മളെ രോഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിത്തരട്ടെ. അതുപോലെ നിന്റെ രക്ഷാ സാധനങ്ങളാൽ നിർഭയരാക്കുക, നമ്മളെ ഭയങ്ങളെല്ലാം ദൂരീകരിക്കുക. നിന്റെ രക്ഷാ സാധനങ്ങളാൽ, അതായത് പലതരം രാസവസ്തുക്കൾ നമ്മൾ രക്ഷക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രോഗാണുക്കളുണ്ടെങ്കിൽ മരുന്നായിട്ട് കീടങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ശത്രുക്കളെ നശിപ്പിക്കാൻ ബോംബ് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നമ്മളെ രക്ഷകരായിട്ട് തീരട്ടെ. അതായത് രാസവസ്തുക്കൾ പല തരത്തിലുള്ള ഉപയോഗമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 6 ഇദം പിത്രേ മരുതാമുച്യതേ വജസ്വാദോ സോദീയോ രുദ്രായ വർദ്ധനം രാസ്വാചനോ അമൃതമർത്ഥഭോജനം തിമ്നേ തോകായ തനയായ മൃള. രുദ്രനായി മധുരതരമായ സ്തുതികൾ അർപ്പിച്ച് സുഖഭോഗ വസ്തുക്കൾ യാചിക്കണം. രുദ്രൻ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ദയയുള്ളവൻ ആയിരിക്കണമേ. മരുത്തുക്കളുടെ ജനകനായ രുദ്രൻ. മരുത്തുക്കൾ ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളെ കൊണ്ടാണ്. മരുത്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം 49 വലിയ ഗോളം മാതിരിയുള്ള സിസ്റ്റംസ് കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് 49 മരുത്തുക്കളെ കൊണ്ടാണ്. ആ മരുത്തുക്കളെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന ചെറുതും വലുതുമായ എല്ലാ സൃഷ്ടിക്ക് പിന്നിലും രുദ്രനാണ്. അതുകൊണ്ടാണ് മരുത്തുക്കളുടെ ജനകനായ രുദ്രൻ. ആ രുദ്രനായിട്ടാണ് നമ്മൾ സ്തോത്രങ്ങൾ ഉച്ചരിക്കുന്നത്. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ സഹായത്താലാണ് നമ്മൾ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത്. ഏതിനുപയോഗിച്ചുകൊണ്ട്? പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട്. ആ വസ്തുക്കളെല്ലാം തന്നെ രുദ്രന്മാരാൽ നിർമ്മിതമാണ്. അവൻ അവിനാശിയാണ്, അതിന് നാശമില്ല. പ്രപഞ്ചമുള്ള കാലത്തോളം ആറ്റങ്ങൾ നശിക്കില്ല, അതേപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് ധാർമ്മിക സുഖമുള്ള പദാർത്ഥങ്ങൾ നൽകുക, പലതരം സുഖഭോഗ വസ്തുക്കൾ നൽകുക എന്ന് പറയുകയാണ്. ആറ്റങ്ങളെ കൊണ്ട് തന്നെയാണ് പലതരം സുഖഭോഗ വസ്തുക്കൾ നമ്മൾ കൃത്രിമമായിട്ടെല്ലാം ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് എല്ലാം അതിൽ പെടുന്നതാണ്. നീ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ദയുള്ളവനായി തീരണം. അതായത് നമ്മളെ സന്തതികളടക്കം എല്ലാവർക്കും മാറ്റുമായിട്ട് ബന്ധപ്പെടാതെ ഒരു കർമ്മവും ഈ ലോകത്തിലില്ല. എല്ലാവരുടെയും ഉന്നമനത്തിന് ആറ്റങ്ങളെ കൊണ്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 7 മാനോ മഹാന്തമുദമാനോ അർഭകം മാന ഉക്ഷന്തമുദമാന ഉക്ഷിതം മാനോപതി പിതരം മോദമാതരം മാനപ്രിയാസ്തസ്യോ രുദ്രരിരീഷഃ. രുദ്രനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വൃദ്ധരും ബാലരും അഭിവൃദ്ധിയെ പ്രാപിക്കണമേ. പുത്രന്മാരെയും യൗവനാവസ്ഥയിലുള്ളവരെയും വധിക്കരുതേ, ഞങ്ങളുടെ ശരീരങ്ങളെ പീഡിപ്പിക്കരുതേ. രുദ്ര, ഞങ്ങളുടെ വൃദ്ധന്മാരും ബാലരും അഭിവൃദ്ധി പ്രാപിക്കണേ. ചെറുപ്പക്കാരും വൃദ്ധന്മാരും എല്ലാം അഭിവൃദ്ധി. കാരണം എല്ലാവർക്കും ഭക്ഷണം ആവശ്യമുണ്ട്, അഭിവൃദ്ധിക്ക് പലതരം മരുന്നുകൾ ആവശ്യമുണ്ട്, സുഖഭോഗ വസ്തുക്കൾ ആവശ്യമുണ്ട്. ഇതെല്ലാം നിർമ്മിച്ചത് ആറ്റങ്ങളെ കൊണ്ടാണ്. പുത്രന്മാരുടെയും യൗവനാവസ്ഥയിലുള്ളവരെയും നീ വധിക്കരുതേ എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വസ്തുക്കൾ, ഇപ്പം വിഷം കൊണ്ട് മരിക്കുകയാണെങ്കിൽ അതെല്ലാം രുദ്രൻ തന്നെയാണ്. അല്ലെങ്കിൽ ചില വസ്തുക്കളെല്ലാം ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷ്യവിഷബാധ എല്ലാം തന്നെ, അതെല്ലാം രുദ്രൻ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളെ പുത്രന്മാരെയും യൗവനാവസ്ഥയിലുള്ളവരെയും ഒന്നും വധിക്കരുതേ എന്ന് പറയുകയാണ്. വിഷഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ രാസവസ്തുക്കൾ, നമ്മളെ ശരീരത്തിന് ദോഷമായ വസ്തുക്കൾ എങ്ങനെയോ നമ്മളെ ശരീരത്തിൽ കയറി. അതുകൊണ്ട് അങ്ങനെയൊന്നും മരിക്കരുതേ എന്ന് പറയുകയാണ്.
ഞങ്ങളെ ശരീരങ്ങളെ പീഡിപ്പിക്കരുതേ. ചില വസ്തുക്കളെല്ലാം നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വിഷമായിരിക്കും. അത്തരം വസ്തുക്കളെ വെച്ചൊന്നും നമ്മളെ പീഡിപ്പിക്കരുത്. ഇനി 8. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 114 8. മാനസ്തോകേ തനയേ മാന ആയൗ മാനോ ഗോഷു മാനോ അശ്വേശുരിരീഷക വീരാൻ മാനോ രുദ്രഭാമിതോപതീർ ഹവിഷ്മന്ത സമമിത്വാഹവാമഹേ. രുദ്രനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സന്താനാദികളെയും ഭൃത്യാദികളെയും ഗോക്കളെയും അശ്വങ്ങളെയും കൊല്ലരുതേ. ഞങ്ങളുടെ വീരന്മാരുടെ നാശനത്തിനായി നീ ക്രോധിക്കരുതേ. ഞങ്ങൾ സദാ ഹവിസ് നൽകിക്കൊണ്ട് നിന്നെ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ രുദ്ര ഞങ്ങളുടെ സന്താനാദികളെയും സന്താനങ്ങളെ, കുട്ടികളെ, ഭൃത്യന്മാരെ, ഗോക്കളെ, അശ്വങ്ങളെ ഒന്നും കൊല്ലരുതേ എന്ന് പറയുകയാണ്. വിഷവസ്തുക്കൾ കയറിക്കഴിഞ്ഞാൽ ഇവരെല്ലാം അല്ലെങ്കിൽ വിഷവാതകം ശ്വസിച്ചാൽ മരിക്കും. ഇതെല്ലാം അപ്പോൾ എന്തെങ്കിലും ആൾക്കാർ വിഷബാധകൾ അല്ലെങ്കിൽ ശ്വസിച്ചിട്ട് മരിക്കുന്നെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിലുള്ളത് എന്താണ്? വിഷവസ്തുക്കളാണ്, അത്തരം രാസവസ്തുക്കളാണ്. അതെല്ലാം രുദ്രനാൽ തീർത്തതാണ്. അപ്പം ആറ്റങ്ങൾ തന്നെ നമുക്ക് ഗുണമുള്ള വസ്തു ആയിട്ട് മാറിയിട്ടുണ്ട്, വിഷകരമായ വസ്തുക്കളെല്ലാമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ വീരന്മാരുടെ നാശത്തിനായി നീ ക്രോധിക്കരുതേ. അപ്പം വീരന്മാരെല്ലാം മരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മരിക്കുന്നുണ്ട്. ഇപ്പോൾ രോഗാണു മൂലം മരിക്കുകയാണെങ്കിൽ രോഗാണുക്കളും എന്താണ്? വിഷവസ്തുക്കളാണ് നമ്മളെ ശരീരത്തിൽ പ്രയോഗിക്കുന്നത്. രോഗാണു കയറി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും നമ്മളെ ശരീരത്തിൽ, പലതരത്തിൽ ദോഷങ്ങൾ ചെയ്യും. ഇതെല്ലാം രാസപ്രവർത്തനങ്ങളാണ്. ഞങ്ങൾ സദാ ഹവിസ് നൽകിക്കൊണ്ട് നിന്നെ ആഹ്വാനം ചെയ്യും. നമ്മളെപ്പോഴും ഹവിസ്സുകൾ നൽകിക്കൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്. പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ യജ്ഞങ്ങൾ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ചായ ഉണ്ടാക്കും, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് പോലും ഒരു രാസവസ്തുവാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദിവസം മുഴുവൻ നമ്മൾ ഓരോ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അത് നിനക്ക് ഹവിസ് അർപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. 9. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 9. ഉപദേ സ്തോമാൻ പശുപായി വാകരം രാസ്വാ പിതുർമരുതാം സുന്നമസ്മേ ഭദ്രാഹി തേ സുമതിർ മൃളയത്തമാധാ അധാവയം അവയിത്തേ വൃണീമഹേ. പശുപാലകൻ തൻ്റെ പശുക്കളെ സ്വാമിക്ക് സമർപ്പിക്കുന്നത് പോലെ ഞാൻ രുദ്രന് വേണ്ടി സ്തോത്രങ്ങൾ സമർപ്പിച്ചു. നീ ഞങ്ങൾക്ക് സുഖം നൽകണമേ, നിന്റെ ബുദ്ധി മംഗളദായകമായിരിക്കണമേ. ഞങ്ങൾ നിന്നിൽ നിന്നും രക്ഷ യാചിക്കുന്നു. മരുത്തുക്കളുടെ പിതാവായ രുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. മരുത്തുക്കൾ ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? രുദ്രന്മാരെ കൊണ്ട്, ആറ്റങ്ങളെ കൊണ്ടാണ്. പശുവിനെ പാലിക്കുന്നവർ പശുവിൻ്റെ അടുക്കൽ കാര്യം നേടാൻ പോകുന്നത് പോലെ ഞങ്ങൾ സ്തോത്രങ്ങൾ വഴി നിന്നെ സമീപിക്കുന്നു. പാലകൻ പശുവിൻ്റെ അടുത്ത് പോകുന്ന എന്തിനാണ്? കറന്ന് പാലെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്തോത്രങ്ങൾ പല ശാസ്ത്രതത്വങ്ങളാലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല വസ്തുക്കളെ, രുദ്രന്മാരെ സമീപിക്കുകയാണ്. എല്ലാ വസ്തുക്കളും രുദ്രന്മാരാൽ നിർമ്മിതമാണ്. അത്തരം വസ്തുക്കളെ സമീപിക്കുകയാണ്. ഇതിനുവേണ്ടി പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അങ്ങനെ നീ ഞങ്ങൾക്ക് സുഖം നൽകണം. അതിലൂടെ നമുക്ക് സുഖം കിട്ടും. നിൻ്റെ ബുദ്ധി മംഗളമയിയാണല്ലോ. നിൻ്റെ ബുദ്ധി, ആറ്റങ്ങളാണ് പലതരം വസ്തുക്കൾ. അതിൻ്റെ ബുദ്ധി കൊണ്ടാണ് ആറ്റങ്ങൾ എന്തെല്ലാം രൂപത്തിലായി മാറിയിട്ടുണ്ട്. വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്, പഞ്ചസാരയായി മാറിയിട്ടുണ്ട്, ഉപ്പായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ബുദ്ധി മംഗളകരമായ ബുദ്ധിയാണ്. നമുക്ക് ഉപകാരപ്രദമായ പല വസ്തുക്കളായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ നിന്നിൽ നിന്നും രക്ഷയായിരിക്കുന്നു. ആറ്റങ്ങളിലൂടെ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രക്ഷ കിട്ടുന്നത്. ഇത്തരം വസ്തുക്കളിലൂടെയാണ് രക്ഷ കിട്ടുന്നത്. ശ്വസിക്കുന്ന വായു പോലും ആറ്റത്തെ കൊണ്ടാണ് ഉള്ളത്. ഇനി 10.
ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 10. ആരേതേ ഗോഘ്നമുദ പുരുഷഘ്നം ക്ഷയദ്വീര സുമ്നമസ്മേ തേ അസ്തോ മൃള നചോ അതിച ബ്രൂഹി ദേവാധച ന ശർമ്മ യച്ഛ ദിബർഹാഹ. മൃഗങ്ങളെയും മനുഷ്യരെയും കൊല്ലുന്ന രുദ്രൻ്റെ ബാണങ്ങൾ അകന്നു പോകണമേ. ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപ ഉണ്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ കൃപയുള്ളവനായി ഞങ്ങളുടെ പക്ഷത്തിന് ആശ്രയം പ്രദാനം ചെയ്യണമേ എന്ന് രുദ്രനോട് പ്രാർത്ഥിക്കുന്നു. വീരന്മാരുടെ സ്വാമിയായ രുദ്രനോട് പറയുകയാണ്, മൃഗങ്ങളെയും മനുഷ്യരെയും കൊല്ലുന്ന നിന്റെ ബാണങ്ങൾ അകന്നു പോകട്ടെ. മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ദോഷമായി തീരുന്ന നിന്റെ ബാണങ്ങൾ, ആറ്റത്തിൽ നിന്ന് വരുന്ന ബാണങ്ങൾ എങ്ങനെയെല്ലാമാണ് നമുക്ക് ദോഷമായി തീരുക? ആറ്റത്തിൽ നിന്ന് വരുന്ന രശ്മികൾ നമുക്ക് ദോഷമായി തീരുന്നുണ്ട്. അൾട്രാ വയലറ്റ് റേസ് എല്ലാം രാസപ്രവർത്തനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. വിഷവസ്തുക്കളിലൂടെ നമുക്ക് ദോഷമായി തീരും. അങ്ങനെ നിന്റെ വസ്തുക്കളൊന്നും നമുക്കോ മൃഗങ്ങൾക്കോ ഒന്നും ദോഷമാക്കിയിട്ട് മാറ്റരുത്. നീ അകന്ന് പോകണം. നിന്റെ കൃപയെപ്പോഴും നമ്മൾക്കുണ്ടായിരിക്കണം. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഉപകാരം ചെയ്യുന്നവയുമുണ്ട്, ദോഷമായി തീരുന്നവയും ഉണ്ട്. ഇതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങ് അതുകൊണ്ട് നമ്മുടെ മേൽ കൃപയുള്ളവരായി ഞങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് ആശ്രയം പ്രദാനം ചെയ്യണേ എന്ന് പറയുകയാണ്. അതായത് വസ്തുക്കളെല്ലാം നമ്മളെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരം വസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇനി 11. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 114 11. അവോചാമ നമോ അസ്മാ അവസ്യവ ശൃണോതു നോഹവം രുദ്രോ മരുത്വാൻ തന്നോ മിത്രോ വരുണോ മാമഹാന്തം അതിഥി സിന്ധു പൃഥ്വീം ഉദദ്യൗ. രക്ഷയാഗ്രഹിച്ചുകൊണ്ട് രുദ്രന് നമസ്കാരം ഉണ്ടാകട്ടെ എന്നുള്ള വചനം ഞങ്ങൾ ഉച്ചരിക്കുന്നു. ആ രുദ്രൻ മരുദ്ഗണങ്ങൾ സഹിതം നമ്മുടെ ആഹ്വാനം ശ്രവിക്കണമേ. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും നമ്മുടെ പ്രാർത്ഥനയെ അനുമോദിക്കണമേ. രക്ഷയാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ രുദ്രന് നമസ്കരിക്കുകയാണ്. അപ്പോൾ രുദ്രൻ വിചാരിച്ചാൽ രുദ്രനാൽ തീർത്തതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. അപ്പോൾ ആ രുദ്രന് നമ്മൾ നമസ്കാരം അർപ്പിക്കുന്നു. അതിനുവേണ്ടി നല്ല അത്തരം വചനങ്ങൾ ഉച്ചരിക്കുന്നു. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രുദ്രന്മാരെ സമീപിക്കുന്നു. ആ രുദ്രന്മാരാകട്ടെ മരുത്തുക്കൾ സഹിതം. കാരണം മരുത്തുക്കളും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആറ്റങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, മരുത്തിൽ നിന്നുണ്ടായ മരുത്തുക്കളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അവയെല്ലാം നമ്മൾ ആഹ്വാനം സ്വീകരിക്കണേ എന്ന് പറയുകയാണ്. ഇവരെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആറ്റങ്ങൾ, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ആറ്റങ്ങൾ, അതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ ആഹ്വാനം സ്വീകരിക്കണേ. അതായത് നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കണ്ടിട്ട് മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും എല്ലാം നമ്മളെ അനുമോദിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ ഈ ആറ്റങ്ങളെ ഉപയോഗിച്ച് പലതരം പുരോഗതികൾ നേടുമ്പോൾ ഇവരെല്ലാം നമ്മൾ ആ കൊള്ളാം മനുഷ്യരുടെ ബുദ്ധിമാന്മാർ തന്നെ ലോകത്തെ പുരോഗമിപ്പിക്കുകയാണ് ഈ രുദ്രന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശംസിക്കട്ടെ.